എൽസമ്മയുടെ ആവശ്യപ്രകാരം റീത്തയെ തല്ലി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എൽസമ്മയും അലീനയും സ്റ്റാലിനും സ്റ്റാലിയുടെ മക്കളും ഒരു ചേരിയായി തിരിയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ എൽസമ്മയ്ക്ക് മുൻപിൽ സ്റ്റാൻലി അവരുടെ കള്ളത്തരങ്ങൾ നിരനിരയായി പറഞ്ഞു കൊടുക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ് എന്ന് കാണാൻ സാധിക്കും. എൽസമ്മ വിചാരിക്കുന്നുണ്ട് തന്ത്രപൂർവ്വം, നമ്മുടെ എൽസമ്മയുടെ റീത്ത വിചാരിക്കുന്നുണ്ട് തന്ത്രപൂർവ്വം നമ്മുടെ എൽസമ്മയെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാലിനെ പൊളിക്കാമെന്ന്. പക്ഷേ കണക്കൂട്ടലും കാര്യങ്ങളുമെല്ലാം തെറ്റിപ്പോവുകയാണ് എന്ന് കാണാം. അതായത് ഇവിടെ സ്റ്റാൻലി അലീന സംസാരം ഏതാണ്ട് ഒരു തരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാൻലി അലീനയ്ക്ക് താൻ പിടിച്ചു വച്ചിരിക്കുന്ന അധികാരം, തൻ്റെ മനസ്സിൻ്റെ താക്കോൽ ഒക്കെ കൈമാറുകയാണ്. അലീനയെ അപ്പ എന്ന രീതിയിൽ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയാണ് നാളെ കാണാൻ സാധിക്കുക കേട്ടോ. അതായത് അലീനയുടെ അടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഞാനൊരു നല്ല അപ്പനല്ല അല്ലേ എന്ന്. ഇതേ സമയം അലീന പറയാണ്, അതെന്താ പപ്പ ഇപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, നീ തന്നെ തനിക്കെതിരെ യുദ്ധം ചെയ്യുകയല്ലേ, അതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുമ്പോൾ, ഞാൻ യുദ്ധം ചെയ്യുന്നതല്ല പപ്പ, പപ്പയുടെ ആശയത്തോടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പപ്പ ഒരുപാട് തെറ്റ് ചെയ്ത് കൂട്ടുന്നുണ്ട്, വല്യപ്പച്ചനെ ബഹുമാനിക്കുന്നില്ല, കൂടാതെ തന്നെയാണെങ്കിൽ വല്യപ്പച്ചനെ അപമാനിക്കുന്നു. അതൊക്കെ ഒരു വലിയ തെറ്റാണ്. ഞാൻ പഠിച്ച പാഠമെന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നതാണ്. അതുകൊണ്ട് തന്നെ വല്യപ്പച്ചന് പറയാനുള്ളത് കേൾക്കണം, വല്യപ്പച്ചൻ്റെ വാക്കുകൾക്ക് ബഹുമാനമൊക്കെ കൊടുക്കണം. അതൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം മോളെ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, കാരണം എനിക്ക് ഈ ഒറ്റപ്പെട്ടുള്ള ജീവിതമായിരുന്നല്ലോ ഇത്രയും നാളായിട്ട് എന്ന് പറയുമ്പോൾ, അതുതന്നെയാണ് പപ്പയോട് ഞാൻ മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടത്. ഒറ്റപ്പെട്ട ജീവിതം പരമാവധി മാറ്റിക്കഴിഞ്ഞാൽ ഒരു കണക്കിന് സന്തോഷമുള്ള ഒരു ജീവിതമുണ്ടാകുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പപ്പയ്ക്ക് അറിയാമല്ലോ എൻ്റെ ആവശ്യം എന്താണ്, എൻ്റെ ആഗ്രഹം എന്താണ് എന്ന്. അതുതന്നെ എനിക്ക് നൽകണമെന്ന് പറയുന്നു. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ അതിനെല്ലാം തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാവരുടെ മുൻപിൽ വെച്ച് സ്റ്റാലിൻ ആ കാര്യം തുറന്നു പറയുകയാണ്. തൻ്റെ മകളാണ് ഇനി ഈ വീടിൻ്റെ അധികാരി എന്ന്. തൻ്റെ മകളുടെ ഇഷ്ടപ്രകാരവും തൻ്റെ മകളുടെ ആഗ്രഹപ്രകാരവും ഇവിടെ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. അല്ലാതെ ഇനി ഈ വീട്ടിൽ ഒന്നും തന്നെ നടക്കില്ല എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി അലീനയോട് ഇങ്ങനെ പറയുമ്പോൾ, അലീന നീയാണ് ഇനി വീട് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അലീന വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ പൗലോസിനോട് തന്നെ ആദ്യ ഭരണം നടത്തുകയാണ്. അങ്ങനെ പൗലോസ് ഒരു പണി കൊടുക്കണം. ഇനി അധികം നാൾ അലീനയെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ അധികാരവും അവളിലേക്ക് പോകും, സ്വത്തുക്കളും പോകുമെന്ന് റീത്ത ചേച്ചി ഒന്ന് വിളിച്ച് പറയാം. അപ്പോൾ റീത്ത ചേച്ചിയാണെങ്കിൽ എൽസമ്മ ചേച്ചിയുമായിട്ട് അവരുടെ പടയുമായിട്ട് വന്ന് എന്തായാലും ഈ അലീന എന്ന് പറയുന്നവളെ ഓടിച്ചു വിട്ടോളും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഞാൻ വിചാരിച്ച രീതിയിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്.
ഇത് സമയമാണെങ്കിൽ ആര് പൗലൂസ് വിളിച്ച് പറയുകയാണ്. അങ്ങനെ റീത്തയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ്. സ്വത്തുക്കളൊക്കെ പോയി കഴിഞ്ഞാൽ തൻ്റെ ആർഭാട ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിനൊരു തടവയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൽസമ്മ സ്റ്റാലിൻ്റെ അടുത്ത് ചെല്ലണമെന്നും ആര് റീത്ത ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ ആര് നമ്മുടെ എൽസമ്മയാണെങ്കിൽ ധ്യാനകേന്ദ്രത്തിലായിരിക്കുമല്ലോ. ധ്യാനകേന്ദ്രത്തിലെ ഏതാണ്ട് ഫങ്ഷനൊക്കെ, അതായത് ഈ കൺവെൻഷനും കാര്യങ്ങളൊക്കെ തീരുകയാണ് എന്ന് വിളിച്ച് പറയുന്നുണ്ട്. ആ വഴി തന്നെ എൽസമ്മയും കൊണ്ട് സ്റ്റാലിൻ്റെ അടുത്ത് പോകണം, എന്തെങ്കിലും തീരുമാനം തീരുമാനമായില്ലെങ്കിൽ ആങ്ങളമാരെ മൊത്തം വിളിച്ചു കൂട്ടി വലിയൊരു ചർച്ച നടത്തണം എന്നൊക്കെ ചിന്തിക്കുകയാണ് നമ്മുടെ റീത്ത. ഒടുവിൽ കുറച്ചൊക്കെ കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ആ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത വിചാരിക്കുന്നുണ്ട് എല്ലാം തൻ്റെ കയ്യിലാകും, തൻ്റെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന്. പക്ഷേ റീത്തയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് സ്റ്റാലിൻ കണക്ക് സഹിതം, തെളിവ് സഹിതം റീത്തയ്ക്ക് കൊടുത്തതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് റീത്തയ്ക്ക് വളരെ വലിയൊരു തിരിച്ചടിയാണ് നൽകുക. ഒടുവിൽ നിന്നെ പറ്റിക്കുകയാണ് റീത്ത എന്ന് പറയുന്നു. നിന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൻ്റെയും നിൻ്റെ മക്കൾക്കും കൊടുക്കുന്ന പണം അവരെടുത്ത് സന്തോഷത്തോടെ ആർഭാട ജീവിതം നയിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നീ തീർച്ചയായും എന്ത് ചെയ്യണം, ആ റീത്തയെ ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ ഇവിടെ വന്ന് നിൽക്കണം. എൻ്റെ മക്കളുണ്ട്, അവൾ പാവമാണ് എന്ന് പറയുന്നത് കാണാം. ഒടുവിൽ അലീനയും നമ്മുടെ എൽസമ്മയും സംസാരിക്കുന്നതോടെ അലീനയിലൊരു മതിപ്പ് എൽസമ്മയ്ക്ക് തോന്നുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ എൽസമ്മ അലീനയെ ആ റീത്തയെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് കാണാം. എൽസയുടെ ആവശ്യപ്രകാരം ഒടുവിൽ റീത്തയെ തല്ലുകയാണ് അലീന എന്ന് കാണാം. എൻ്റെ മക്കളെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരണമെന്നും തൻ്റെ മക്കൾ ഇനി സ്റ്റാലിൻ്റെ ഒപ്പം ജീവിക്കാൻ പോകുമെന്നും എൽസമ്മ അറിയിക്കുന്നു.